നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ആയുരാരോഗ്യം ഉണ്ടായിരിക്കണമെന്ന് ആയുസ് ആരോഗ്യത്തോട് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയി പ്രസവിക്കൂ. ഈ വർഷം ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുരുത്വമുള്ള കുട്ടികളായിരിക്കും എന്നാണ് പറയേണ്ടത്. നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളായിരിക്കും അവർ. പുതുവർഷഫലം. പുതുവർഷം പിറക്കുന്ന സമയത്ത് എല്ലാവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ ജന്മനക്ഷത്രം അല്ലെങ്കിൽ ജന്മരാശിയുടെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് പല മലയാളീസും പല ജ്യോതിഷന്മാരെ കാണുകയും അവർക്ക് ഒരുവിധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുക്കുന്നോ ഒരു ജാതകൻ്റെ വിജയം അത് തന്നെയായിരിക്കും. നമ്മുടെ ഈ വർഷത്തെ ഫലത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ മാഡം? പൊതുവേ നമ്മൾ ഓരോ വർഷഫലം പറയുമ്പോഴും ഓരോ രാശി പറയുന്ന സമയത്തുമൊക്കെ നമുക്ക് ചില ആളുകൾക്ക് ഫലങ്ങൾ കിട്ടാറില്ല. ചിലവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, ചിലവർക്ക് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുവിൽ അങ്ങനെ എല്ലാ ആളുകൾക്കും നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സങ്കടമുള്ള അവസ്ഥയിലാണ് വീണ്ടും 1200-ാം ആണ്ട് പറക്കുന്നത്. എങ്കിലും നമുക്കത് പറയാതെ വയ്യ. നമ്മുടെ ആചാര്യന്മാരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദോഷഫലങ്ങളാണെങ്കിൽ ദോഷവും ഗുണമാണെങ്കിൽ ഗുണവും നമുക്ക് പറയാം. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ 1200-ാം ആണ്ട് എന്ന് പറയുന്ന ചിങ്ങമാസം, ഈ ചിങ്ങം തൊട്ട് 2025 കർക്കിടകം വരെയുള്ള ഫലങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഒന്നാമത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1-ാം പാദക്കാർക്ക് പൊതുവിൽ ഇതുവരെ ഉണ്ടായിരുന്ന കുറേ ക്രൈസിസിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയും അവർക്ക് കുറേ ഗുണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാധിക്കുകയും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ഇവർ സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളും, തൊഴിൽശാലകൾ സ്വന്തമായിട്ട് നടത്തിയിരുന്നവർക്ക്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർക്കൊക്കെ അതിൽ കുറച്ച് നേട്ടങ്ങൾ, ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വേണ്ടാന്ന് വയ്ക്കുകയും അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവർക്കതിൽ നേട്ടങ്ങളും, പിന്നെ വരാൻ പോകുന്ന പിന്നീടുള്ള ഒരു 4-5 മാസക്കാലം, ഈ ആദ്യത്തെ ഒരു പകുതി, അതായത് ഇപ്പോൾ തൊട്ട് ഈ ചിങ്ങം തൊട്ടുള്ള അത് ഡിസംബർ വരെയുള്ള വൃശ്ചികം ധനു മാസം മകരമാസം വരെയുള്ള ഈ ഒരു കാലഘട്ടം പൊതുവിലല്ല ഈ രാശിക്കാർക്ക് ഗുണങ്ങൾ കൂടുതലുള്ള ഒരു കാലമാണ്. പിന്നെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുക, എന്തെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ ലഭിക്കാതിരിക്കുന്നവർക്കൊക്കെ പൊതുവിൽ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ തൊഴിൽ, ഏതെങ്കിലും സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വരുന്നുണ്ട്. ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചൊരിടത്തേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ഈ വ്യാഴത്തിൻ്റെ 2-ലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഗുണവും ഉണ്ട്, ഒപ്പം തന്നെ ദാമ്പത്യത്തിൽ ചില വിട്ടുവീഴ്ചകളും വേണം. വ്യാഴം 2-ൽ വരുന്ന സമയത്ത് ദാമ്പത്യത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സുഖക്കുറവുള്ളതുകൊണ്ട് ചില കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ, പങ്കാളികളുമായിട്ട് വാക്കുതർക്കങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പങ്കാളികൾ തമ്മിൽ ഒരു രമ്യതയിലാവുക, അവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഒരു രമ്യതയിലാവുക, കഴിയുന്നത്ര വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക. അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അത് ചെയ്യുന്നതൊക്കെ വളരെ നേട്ടങ്ങൾക്ക് ഒരു വഴിവെക്കുന്നതാണ്. തൊഴിൽശാലകളിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം, അതിനെയൊക്കെ തൊഴിൽ മേധാവി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് നല്ല ഒരു സാമ്പത്തിക ഗുണം കിട്ടുന്നതാണ്. സർക്കാരിൽ നിന്നൊക്കെ ചില നേട്ടങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്, വീട് വയ്ക്കാനൊക്കെ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഗുരുജന വിയോഗം, ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, അങ്ങനെയുള്ള ആരെങ്കിലുടെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ വിയോഗം മൂലം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാനും മനോദുഃഖം ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഈ ഒരു ചിങ്ങമാസത്തിലുണ്ട്. ഏതിനും ദോഷവും ഗുണമുണ്ട്. അപ്പോൾ സാമ്പത്തിക നേട്ടം മാത്രമല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവിടെ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വിദേശത്ത് പോയിട്ട് പഠിക്കാനായിട്ട് പേയ്മെൻറ്റ്, പണം അടച്ച ഏജൻസിക്കാരുടെ ഭാഗത്തു നിന്നൊരു നല്ല തീരുമാനമില്ലാത്തവർക്ക്, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയങ്ങൾ, യൂറോപ്പിലും കാനഡയിലൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് മാത്രം പല മലയാളി കുട്ടികൾക്കും പോകാൻ സാധിക്കാതെ പണം കൊടുത്തിട്ട് പെൻഡിങ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസം കുറേ കുട്ടികൾ ഇപ്പോൾ ഈ സെപ്റ്റംബർ, അപ്പോൾ അങ്ങനെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ചിങ്ങത്തോടു കൂടി കയറി പോകുന്നുണ്ട്. പിന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിൽ, ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ ഫലങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ അതിനെ നോക്കിയിട്ട് പരിഹാരങ്ങൾ സഹിതം ഇപ്പോൾ മഹാവിഷ്ണുവിന് അർച്ചന നടത്താം, മഹാദേവന് കൂവളമാല, നെയ്വിളക്ക് പിൻവിളക്കായിട്ട് സമർപ്പിക്കാം, അതുപോലെ തന്നെ പരദേവതാ പ്രീതി വരുത്താം. അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, 21 വ്യാഴാഴ്ച അടുപ്പിച്ച് മഹാവിഷ്ണുവിനെ ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രമായാലും മതി. ഗുരുവായൂർ തന്നെ പോകണമെന്നോ അല്ലെങ്കിൽ അതൊന്നുമില്ല, തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്രതം എടുത്ത്
പോയി ചെല്ലുക. അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും മഹാദേവനെയും അയ്യപ്പനും ഒക്കെ നമ്മൾ ദർശനം നടത്താം. ഒരു സ്വാത്വിക ഭാവത്തിലൊക്കെ ജീവിച്ചാൽ ഗുണഫലങ്ങൾ കൂടുതൽ വരുന്നതാണ്. പിന്നെ അടുത്ത 2025 ജനുവരിയിൽ മാറുന്ന ശനി ഇവർക്ക് 7.5 ശനിയുടെ ഫലങ്ങൾ കൊണ്ടു തരുന്നുണ്ട് ഈ മേഡം രാശിക്കാർക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അവിടെ ആസ്വദിക്കേണ്ട. കുറച്ചുകൂടി ആ ഒരു വരാൻ പോകുന്ന ശനി ദോഷം ശനിയാണ്, 7.5 ശനിയാണ്. ഇനിയുള്ള 8 വർഷം ഒന്ന് കാൽക്കുലേഷനിൽ നമ്മളൊന്ന് ജാഗ്രത ഉണ്ടാവണം. മാനസിക, ശാരീരിക, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ശനിയെ കുറച്ച് നല്ല ഇതോടുകൂടി കാണുക. ഈശ്വരവിശ്വാസം മാത്രമല്ല, അവിടെ സാത്വിക ജീവിതവും കൂടി സംസർഗം, സാത്വിക ജീവിതം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഈ മേഡം രാശിക്കാർക്ക് ഈ ഒരു വർഷം നല്ല ഒരു കാലയളവായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ മേഡം രാശിക്കാർക്ക് ഈ വർഷഫലത്തിൻ്റെ പൊതുവെയുള്ള വിവരണങ്ങൾ ഇവർ പല മാധ്യമങ്ങളിൽ നിന്നോ പല ജ്യോതിഷന്മാരിൽ നിന്നോ ഒരു 50% അവർ അക്യുറേറ്റ് ഉണ്ടായിരിക്കുക. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ രമണി മേഡം പറഞ്ഞ കുറേ വൈറ്റൽ ഇൻഫർമേഷൻസ്. അപ്പോൾ അതായത് അടുത്ത 2 മാസം കഴിഞ്ഞ് ശനിയുടെ വരവ് ഇപ്പോഴേ അവർക്കൊരു പ്രിക്കോഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ എടുക്കണം. അതെ. നല്ലൊരു ജ്യോതിഷിയുടെ വാക്കുകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഇപ്പോൾ ആസ്വദിക്കുന്ന ആസ്വാദനം ഒരു വിഷമമാവാതെ മുന്നോട്ട് പോകാനും പറ്റും. ടീച്ചറുടെ അഭിപ്രായം എന്താണ് മേഡം രാശി? തീർച്ചയായും മേഡം രാശി ഇപ്പം നമ്മൾ 1200-ാം ആണ്ട് ചിങ്ങമാസം തുടങ്ങി പുതുവർഷം, പുതിയ സംവത്സരമാണ്. വിശ്വാവസു എന്ന് പറയുന്ന സംവത്സരമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാവസു എന്ന് പറയുന്ന ഓരോ സംവത്സരത്തിലും ജനിക്കണ കുട്ടികൾക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നും. പുതുവത്സര ഫലം അല്ലേ നമ്മൾ, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നണം എനിക്ക്. അപ്പോൾ ഈ വർഷം ജനിക്കണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുരുത്വമുള്ള കുട്ടികളായിരിക്കും എന്നാണ് പറയേണ്ടത്. നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളായിരിക്കും അവർ വളർന്നു വരുമ്പം. അതായത് നാളത്തെ വാഗ്ദാനങ്ങൾ എന്ന് പറയാവുന്ന ഒരു വർഷമാണ് ഈ വർഷം എന്നുള്ള പുതിയ ജനനത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ കുട്ടികളെ കിട്ടുന്ന ഒരു വർഷമാണ്. ഇപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനി പ്രവർത്തിക്കാം. യുവമിഥുനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വർഷമായിരിക്കും. ഈശ്വരാധീനമുള്ള ദൈവഭക്തിയും ദൈവഭയവും ഒക്കെയുള്ള കുട്ടികൾ, മൃഷ്ടാന്ന ലാഭം ഉള്ള കുട്ടികൾ, സച്ചിത്തരായിട്ടുള്ള മക്കൾ ഒക്കെയാണ് ഈ വർഷം ജനിക്കുന്ന കുട്ടികൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ വർഷം ജനിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 20 വർഷത്തിന് ശേഷമാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പുതുവർഷത്തെ ഫലം എന്ന് അല്ലെങ്കിൽ ഈ 1200-ാം ആണ്ടിലെ ഫലം മേടരാശിക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ പകുതി വളരെ അനുകൂലമാണ്. അപ്പം കുറച്ച് നാളുകളായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള കണ്ടീഷനിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളുണ്ടാകും, സ്വത്തുവകകൾ നേടുവാനുള്ള അവസരങ്ങളാണ്. വീടായാലും വസ്തുക്കളായാലും അതിപ്പം ഏതായാലും തൻ്റെ ഭരണീയ ജനങ്ങൾ കൂടുതലായിട്ട് അവർക്ക് സൗഖ്യം ഉണ്ടാകുന്നത്. ഭരണീയ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളോട് അഭിപ്രായം ആരായുകയും നമ്മുടെ നിർദ്ദേശമനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ കൊണ്ട് മേടരാശിക്കാരെ അശ്വതി, ഭരണി, കാർത്തിക ഭാഗമാണ് മേടരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇതത്രയ്ക്കൊക്കെ ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും നല്ല തൊഴിൽ ലഭിക്കുകയും അതേസമയം നല്ല തൊഴിലായിരിക്കുകയും അധ്വാനം വേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ പുതിയൊരു ജോലിയിൽ കയറി നമുക്കൊരു കസേരയിലങ്ങ് ഇരിക്കാം എന്നിട്ട് ലീവ് എടുക്കാം എന്നല്ല, അതിൽ അധ്വാനിച്ച് നേടാൻ പറ്റുന്ന ഒരു സന്ദർഭമാണിത് എന്നുള്ളതാണ്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഗുണം ചെയ്യുന്നതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി. അതേസമയം മുന്നോട്ട് പോകും തോറും ഒരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയൊക്കെ ഏതാണ്ട് ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഈ ഫലവ്യതിയാനം വരുത്തുന്ന ഗ്രഹങ്ങളെല്ലാവരും മാറുന്നുണ്ട്. അപ്പോൾ വർഷത്തിൻ്റെ പകുതി മുതൽക്ക് അങ്ങോട്ട് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ജോലിക്ക് കയറി അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചു അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കയറി അംഗീകാരമൊക്കെ ലഭിച്ചു, അതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും കൂടിയുണ്ട്. ഒന്നിൽ കയറിയാൽ മാത്രം പോരല്ലോ, അവിടെ അത് നിലനിൽക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു നോട്ടക്കുറവ് അല്ലെങ്കിൽ ഒരു വീഴ്ചകളൊന്നും ഇവിടെ ഉണ്ടാവാതിരിക്കാനായിട്ട് വർഷത്തിൻ്റെ പകുതി മുതൽക്ക് അങ്ങോട്ട് നല്ല ശ്രദ്ധ വേണ്ട സമയമാണ്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞല്ലോ, ശ്രദ്ധക്കുറവ് വീഴ്ചകളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. പിന്നെ വാഗ്ഗുണം, ഈ ആദ്യ പകുതിയിലെ വാഗ്ഗുണം ഉണ്ട്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നല്ല പ്രൗഢമായിട്ടുള്ള സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഉള്ള അവസരം ലഭിക്കുക, ഒരു പിന്നെ തീരുമാനമാവാതെ കിടക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുക, ഇതെല്ലാം ആദ്യ പകുതിയിൽ ലഭിക്കും. രണ്ടാമത്തെ പകുതി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാകുമ്പോഴത്തേക്ക് കുറേ കൂടെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്
പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞതുപോലെ ശനിപ്രീതി, വ്യാഴപ്രീതി ഒക്കെ വരുത്തുന്നത് ഗുണം ചെയ്യും. കൂടാതെ കുറേയും കൂടെ ശ്രദ്ധയോടെ സർപ്പപ്രീതി കൂടി വരുത്തണം. ഈ വീഴ്ചകൾ വരാതിരിക്കാനായിട്ട് സർപ്പപ്രീതി വരുത്തുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും. വളരെ സന്തോഷം ശാരദ ടീച്ചറെ. അതായത് ഇപ്പോൾ ഈ ശാരദ ടീച്ചർ പറഞ്ഞതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കുട്ടികൾ, ജനിക്കാൻ പോകുന്ന കുട്ടികൾ, അത് ഫ്യൂച്ചറിലേക്ക് വലിയൊരു എന്താ പറയുക. അതെ ഇപ്പോൾ ഞങ്ങൾ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ടീച്ചർമാരെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അച്ഛനമ്മമാർ 1, 2, 3 കുട്ടികളൊക്കെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ ഒരു ചെറിയൊരു ഇത് വെച്ചല്ല. ഇപ്പോൾ ഈ ഒരു ചിങ്ങത്തില് സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനകളോടുകൂടി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യ യോഗം പറയുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ 9 മാസം മുൻപേ ആ കുട്ടി അവിടെ യൂണിവേഴ്സൽ എനർജി കൊണ്ട് അണ്ടവും ബീജവുമായിട്ട് സംയോഗം നടന്ന് ജനിച്ചു കഴിഞ്ഞു. ഈ ആ കുട്ടി ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ചിങ്ങമാസത്തിൽ. കാരണം ഈ ഒരു വർഷം സന്താന സൗഭാഗ്യം കാത്തിരിക്കുന്നവർക്കും അങ്ങനെ ഒരു യോഗം, കുടുംബത്തിൽ സന്താന സൗഭാഗ്യം കൊണ്ട് ജന്മം ഉണ്ടാവണമെന്നൊരു യോഗമുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ നേരത്തെ ജന്മം എടുത്തിട്ടുള്ള കുട്ടി ഇന്നലെ ഒരു അമ്മ വിളിച്ച് ചോദിച്ചത് ഇത് തന്നെയാണ്. ഈ 20-ാം തീയതി 22-ാം തീയതി ഡേറ്റ് ആണ്. കുട്ടി എങ്ങനെയായിരിക്കും എന്ന് പറയും. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഇതാണ് അവർ ചോദിച്ചത്. ആ കുട്ടി ഏത് ഡേറ്റ് ആയിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരും അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ആയുരാരോഗ്യം ഉണ്ടായിരിക്കണമെന്ന്, ആയുസ് ആരോഗ്യത്തോടു ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയി പ്രസവിക്കൂ. ഡേറ്റ് 20-ാം തീയതി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 20. അപ്പോൾ സെപ്റ്റംബർ 20-ന് അമ്മ ഇപ്പോഴേ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വർഷഫലം കണ്ടപ്പോൾ അവർ വിളിച്ച് ചോദിക്കുകയാണ് എൻ്റെ ജനിക്കാൻ പോകുന്ന കുട്ടി എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വർഷഫലം കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഒറ്റ വാക്യമുള്ളൂ, നിങ്ങൾ ജനിക്കുന്ന കുട്ടി ആയുരാരോഗ്യത്തോടെ സമ്പന്നനും മിടുക്കനുമായിട്ട് ജനിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഈ ഒരു വർഷത്തേക്കുള്ള ഇതുകൂടെ ഇതിലേക്ക് പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. ആ കുട്ടിയുടെ നന്മകൾ വരണമെങ്കിൽ ഇനി ഒരു 10-16 വർഷം കൂടെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഈ സാധാരണ രീതിയിലുള്ള സംശയങ്ങൾ, അതായത് കുട്ടിയുടെ തലയാണോ കാണുന്നത്, നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ സംസാരിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. അതായത് പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോഴാണോ ജന്മസമയം എടുക്കുന്നത്, ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. പോലും സമയം നോക്കി ഡേറ്റ് നോക്കി ഞാൻ പലർക്കും സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന മകനക്ഷത്രത്തിൽ ഡേറ്റ് സർജറി പറഞ്ഞപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഈ സിസേറിയൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഫസ്റ്റ് ഗണ്ണാന്തം വരുന്നത് കൊണ്ട് ഗണ്ണാന്തം വേണ്ട ഇന്ന സമയത്ത്, കാരണം കുട്ടിക്ക് ബാലാരിഷ്ടത വരും, ഗണ്ണാന്തം വരും. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ സമയം കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവർ ആവശ്യപ്പെടുന്ന ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആസ്ട്രോളജർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലൊരു സമയം അവർക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും. വേറൊരു കാര്യമുണ്ട്, പലരും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ മുൻകൂട്ടി നമ്മൾ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നിശ്ചയിക്കുന്ന സമയമല്ലേ, അതെങ്ങനെ ജ്യോതിഷം അനുസരിച്ച് ആചാര്യന്മാർ അതിനെ ഉൾക്കൊണ്ടിട്ടില്ല. നമ്മുടെ ജ്യോതിഷത്തിൽ അങ്ങനെ ശാസ്ത്രത്തിലില്ല. കാരണം ഒരു സിസേറിയൻ എന്ന് പറയുന്ന ഡോക്ടർക്കും അവർക്കും സമയമുള്ള സമയത്ത് അവർ കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നു. അത് നോർമൽ ജനനം അല്ല. നോർമൽ ജനനം വേദനയോടുകൂടി പ്രസവിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് നോർമൽ ജനനം. അതിനെയാണ് നമ്മൾ ആ ജനിക്കുന്ന സമയം, പണ്ട് മഹാരാജാവിൻ്റെ അവിടെ കുട്ടിയാവത്ത് ജനിക്കുമ്പോൾ തന്നെ ഓവിലൂടെ ഇത് നെല്ലിക്ക ഉരുട്ടി ആ സമയം കറക്റ്റ് ലഗ്നമാണ് അവിടെ. ഇതിപ്പോൾ കുട്ടിയെ ജനിച്ച് കുളിപ്പിച്ച് എല്ലാം കഴിയുമ്പോഴേക്കും പുറത്ത് നമ്മളോട് വന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ 10-15 മിനിറ്റ് ലഗ്നം മാറിയിട്ടുണ്ടാവാം, കറക്റ്റ് ടൈം പറയുന്നുണ്ടാവില്ല. അതെ. അപ്പോൾ സിസേറിയനും കുട്ടി ജനിക്കുന്ന സമയം വെച്ച് നമ്മൾ ഗണിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ പിന്നെ വ്യത്യസ്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. മാതാപിതാക്കൾക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതനുസരിച്ചിട്ട് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല, ഈ സിസേറിയൻ്റെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ സമയത്ത് കുട്ടി ജനിക്കണം എന്നൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് ഈ പറഞ്ഞ സിസേറിയൻ നടക്കുകയുള്ളൂ. കാരണം അമ്മയുടെ BP ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യാം. പെട്ടെന്നൊരു എമർജൻസി കേസ് ആ സമയത്ത് വരികയാണെങ്കിൽ തീർച്ചയായും ഡോക്ടർമാർ ഈ സിസേറിയൻ കുറച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ആ എമർജൻസി കേസിനെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ഡോക്ടർ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരുണ്ടാവും. ആ ഡോക്ടറിനെ ആ സിസ്റ്റർ കൂടെ ഉണ്ടെങ്കിലാണ് കോൺഫിഡൻസ് ഉണ്ടാവുക. എൻ്റെയൊക്കെ അനുഭവത്തിൽ ഡോക്ടറേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നേഴ്സാണ്. അതെ, എൻ്റെ സെക്കൻഡ് ഡെലിവറിയിൽ ഡോക്ടർ അവിടെ ഉണ്ടായില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പോയ സമയത്ത് പെട്ടെന്നാണ് ഡെലിവറി നടക്കുന്നത്. സിസ്റ്റർമാരൊന്ന് പകച്ചു, ഡോക്ടറെ ഫോൺ ചെയ്ത് എത്താനുള്ള സമയം ഇല്ല, ഡോക്ടർക്ക് എത്താനുള്ള, ഡോക്ടർ അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ഇതിപ്പോ നമ്മൾ എന്തായാലും ഈ പറയുന്ന ടോപ്പിക്ക് കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല, കാരണം ഇത് വളരെ വൈഡ് സബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന മേഡം രാശിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് കയറി വന്ന
വരുന്ന ഈ സബ്ജക്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മേഡം പറഞ്ഞതുപോലെ ജാതകന്റെ ഡീറ്റെയിൽസിന് പുറമെ ജാതകന്റെ അച്ഛന്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇതിവിടെ ഇവിടെ സംസാരിക്കേണ്ടാത്തൊരു വിഷയവുമല്ല, അങ്ങനെയല്ല. എന്തായാലും ഈ ടീച്ചർ പറഞ്ഞതും മേഡം പറഞ്ഞതും രമണി മേഡം പറഞ്ഞതും നമ്മൾ രണ്ട് രീതിയിലുള്ള ഡയമെൻഷൻസ് ആണ് ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു ജാതകന് കിട്ടുന്ന 100% ഇൻഫർമേഷൻസ് ഇവിടെ തന്നെയുണ്ട്. പൊതുവേ കിട്ടുന്ന ഇൻഫർമേഷൻസിന് പുറമെ എങ്ങനെയൊക്കെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം. ഒരു വൈഡ് പരിഹാരമല്ല പറഞ്ഞത്. നക്ഷത്ര ബേസോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്ന ബേസോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ദശാ പരിഹാരം വെച്ചിട്ട് പരിഹാരം പറയാം. ഇതൊരു വെറും രാശി, ഒരാളിന്റെ നക്ഷത്രം മാത്രം, അല്ലെങ്കിൽ പലർക്കും നക്ഷത്രം മാത്രമേ അറിയുള്ളൂ. അവർ ജാതകം എഴുതിയിട്ടില്ല, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയില്ല, ജനിച്ച സമയം അറിയില്ല. ആ ജനിച്ച സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു, അത് വെച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ നക്ഷത്രം ഇതാണെന്ന്, ഇത്രയേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരോടും അവർക്കും മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടാനുണ്ട്, അവർക്കും ഒരു ആശ്വസിക്കാനുള്ള വക തീർച്ചയായിട്ടും നമ്മളുടെ ഉത്തരവാദിത്വമാണത്. അപ്പോൾ ആ നക്ഷത്രം വെച്ചിട്ട് നമുക്ക് ഇതാണ് നിങ്ങളുടെ സമയം ഇപ്പോൾ എന്ന് പറയാൻ സാധിക്കും. മോശമാണെങ്കിൽ അതിന് ഇന്ന ഈ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഗുണമുണ്ടാവണമുണ്ട്. ഇവിടെ ഉണ്ടാകട്ടെ. അതായത് എല്ലാവരും വളരെ കാത്തിരുന്നൊരു വർഷമാണ് ഈ വർഷം. അതായത് കഴിഞ്ഞ വർഷം ഈ പറയുന്ന മഹാമാരികൾ വന്നു പോയതിന് ശേഷം വരുന്ന ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ വർഷം ഇന്ത്യക്ക് നല്ല സമയമെന്ന് പറയുകയും പല ജ്യോതിഷന്മാർക്കും ഇന്ത്യയുടെ ഗ്രോത്ത് മുകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു വർഷം കൂടെയാണ്. അപ്പോൾ ഈ വരുന്ന ആദ്യത്തെ രാശി ജനിക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇവൻ മോശാനുഭവങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ലൊരു ദൈവജ്ഞനെ സമീപിക്കട്ടെ. നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.